ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. നമ്മുടെ സച്ചിനെ രേവതിനെ സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനലൊന്ന് ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ സച്ചി രേവതിയുടെ വീട്ടിലിങ്ങനെ കിടന്നുറങ്ങുന്ന സമയത്ത് ഗജാനന്ദനും ഗുണ്ടകളും വാതിലൊക്കെ തുറന്നു വരികയാണ്. രേവതിനെ തൂക്കിയെടുത്ത് കൊണ്ടുപോകാന്നുള്ള മട്ടിലാണ് ഗജാനന്ദൻ വന്നിരിക്കുന്നത്. സച്ചി പതുക്കെ പുതപ്പ് മാറ്റുമ്പോൾ ഗജാനന്ദൻ ഞെട്ടിപ്പോവാണ്. എടാ നീയായിരുന്നോ? പിന്നെ താനെന്താണോ വിചാരിച്ചത്? രേവതിയാണെന്നോ വിചാരിച്ചത്? ആരായാലും കുഴപ്പമില്ല, നീ എന്നെ കള്ളക്കേസിൽ കുടുക്കിയതാണ്. നോക്കിക്കാതെ അവൻ്റെ കൈയും കാലും തല്ലുപിടിക്കാൻ പറയാണ് ഗുണ്ടകളോട് ഗജാനന്ദൻ. അപ്പം തന്നെ സച്ചി ചാടി എണീറ്റിട്ട് ഗുണ്ടകളുടെ മോന്തടിച്ച് പൊട്ടിക്കുകയാണ് കേട്ടോ. ഗജാനന്ദൻ ഓടിപ്പോകാൻ നോക്കുമ്പോൾ ഗജാനന്ദൻ്റെ കഴുത്ത് പിടിച്ച് തിരിച്ചിട്ട് കൈ പിടിച്ച് മടക്കുന്നുണ്ട്. അപ്പോൾ ഗജാനന്ദൻ കിടന്ന് ഒച്ച വയ്ക്കണം, അയ്യോ 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 എന്നെ ഒന്നും ചെയ്യില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ രേവതിയും അമ്മയും അനിയനൊക്കെ സൗണ്ട് കേട്ടിട്ട് പുറത്തേക്ക് വരികയാണ്. നാട്ടുകാരൊക്കെ ലൈറ്റൊക്കെ ഇട്ടിട്ട് പെട്ടെന്ന് സച്ചിയുടെ അടുത്തേക്ക് വരികയാണ് കേട്ടോ ഓടിയിട്ട്. അപ്പോൾ ചേച്ചിമാരൊക്കെ വന്നിട്ട് പറയുന്നുണ്ട്, നിനക്ക് നാണമില്ല ഗജാനന്ദ ഇങ്ങനെ രേവതിയുടെ പിന്നാലെ ശല്യം ചെയ്ത് നടക്കാൻ എന്ന് പറയാണ്. അങ്ങനെ സച്ചി അവൻ്റെ മുഖത്തിട്ട് തന്നെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവനെ വിടുകയാണ്. അപ്പോൾ ചേച്ചിമാർ വന്നിട്ട് ലക്ഷ്മി എടുത്ത് പറയണത്, ലക്ഷ്മി ഇപ്പം നിനക്ക് മനസ്സിലായോ സച്ചിൻ്റെ നന്മ? സച്ചിമോനോടുള്ളത് കൊണ്ടാണ് രേവതി മോള് രക്ഷപ്പെട്ടത്, അല്ലെങ്കിൽ ഇപ്പം ആ ചെന്നായ അവളെ കൊണ്ട് പോയായിരുന്നു എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ലക്ഷ്മി ചേച്ചി നമ്മുടെ രേവതിയോട് മാപ്പ് ചോദിക്കാണ് കേട്ടോ. മോളെ ഞാനെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ക്ഷമിക്കണം, ഞാൻ അങ്ങനെ പറഞ്ഞു പോയതെന്നൊക്കെ പറയുന്നത്, അത് സാരില്ല അമ്മ എന്നൊക്കെ പറയാണ്. അങ്ങനെ സച്ചി ഇങ്ങനെ നിലാവിൻ്റെ വെളിച്ചത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അവന് ഇടി കൊടുത്ത് വിട്ടൂലോ. അപ്പോൾ രേവതി പോയിട്ട് സാരിയൊക്കെ എടുത്തിട്ട് ഇവിടെ നിന്ന് ചിറിയൊക്കെ തുടച്ചു കൊടുക്കാനുണ്ടോ. അപ്പോൾ സച്ചി എന്താ വല്ലാത്തൊരു ലോകത്താണ് സച്ചി ആ സമയത്ത്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നാളെ എപ്പിസോഡ് വരുമ്പോൾ നമുക്ക് കാണുമ്പോൾ അറിയാത്. അങ്ങനെ നമ്മുടെ സച്ചിയും രേവതിയും കൂടിയിട്ട് പിറ്റേ ദിവസം സച്ചിൻ്റെ വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ ചന്ദ്രമതി ഞെട്ടുകയാണ്, ഇവളെന്തിനാടാ കൂട്ടിക്കൊണ്ടുവന്ന്, ഇവളെന്തിനാ അങ്ങോട്ട് വന്നിരിക്കണമെന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയണം, പിന്നെ ഇവൾ ഇവിടെ നിൽക്കാതെ പിന്നെ എവിടെ പോകണമെന്ന് ചോദിക്കുകയാണ്. അതല്ല ആടിമാസമാണെന്ന് നിനക്ക് അറിഞ്ഞുകൂടെ, എന്നിട്ട് നീ എന്തിനാണ് ഇവളെ കൂട്ടിക്കൊണ്ട് വന്നതെന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയണ്, ആടിമാസമാണെങ്കിൽ നിങ്ങൾ അവിടെ കിടന്ന് ആടിക്കോ, അവൾ അവിടെ നിൽക്കണില്ല, അവൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു എന്ന് പറയണം. അപ്പോൾ അച്ഛൻ ചോദിക്കണം, എന്തിനാ മോനെ പെട്ടെന്ന് ഇങ്ങനെ എന്ന് പറഞ്ഞിരിക്കുമ്പോൾ, പെട്ടെന്ന് എന്തിനാ വന്ന് ചോദിക്കുമ്പോൾ, അതല്ല അച്ഛാ അവളുടെ അമ്മയ്ക്കാണെങ്കിൽ വയ്യ, അമ്മ വല്ല ജോലിക്ക് പോകണമെന്നാണ്, പിന്നെ അനിയനൊക്കെ പഠിക്കാൻ പോകും, പിന്നെ രേവതി മാത്രം അവിടെ ഒറ്റയ്ക്കല്ലേ, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടെന്നാന്ന് പറയണ്. ഗജാനന്ദൻ്റെ ഈ കേസൊന്നും സച്ചി പറഞ്ഞിട്ടില്ല. അപ്പോൾ രേവതിക്ക് ഭയങ്കര വിഷമമുണ്ട്, കാരണം അമ്മ ഏത് നേരം ഇങ്ങനെ ചന്ദ്രമതി ഏത് നേരം കുറ്റം പറയാണല്ലോ. കുറച്ച് കഴിയുമ്പോൾ രേവതി റൂമിൽ വന്നിട്ട് സച്ചിയോട് പറയാൻ കേട്ടോ, എന്തിനാണ് വെറുതെ അമ്മയുടെ വായിരിക്കണ ചീത്ത നിങ്ങൾ കേൾക്കണത്, ഞാൻ അവിടെ തന്നെ നിന്നേരുന്നില്ലേ എന്ന് പറയുമ്പോൾ സച്ചി പറയാണ്, അതൊന്നും സാരമില്ല, അവൻ്റെ സ്വഭാവം നീ കണ്ടതല്ലേ, ഞാൻ ഉള്ളത് കൊണ്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് രക്ഷപ്പെട്ടു, എപ്പോഴും ഒരേപോലെ ഇരിക്കില്ല എന്ന് പറഞ്ഞിട്ട് സച്ചി ഇങ്ങനെ ഉപദേശിച്ച് വിടുകയാണ് കേട്ടോ. അപ്പോഴേക്കും പുറത്തുനിന്നൊരു മണി ഓർഡർ വരുന്നുണ്ട്, ഒരു ഇത് വരുന്നുണ്ട്. അപ്പോൾ ആ എന്താ സംഭവം എന്ന് പറയുമ്പോൾ ഒരു 10,000-7,000 രൂപയുടെ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് വീട്ടിലുള്ള ആൾക്കാർ. അപ്പോൾ അരി പഞ്ചസാര അത് ഇതൊക്കെ. അപ്പോൾ സച്ചി വന്നിട്ട് ചോദിക്കുകയാണ്, ഇത് എത്ര രൂപയെന്ന് ചോദിക്കുമ്പോൾ 7,000 രൂപയെന്ന് പറഞ്ഞു. 7,000 രൂപ അതിന് മാത്രം എന്ത് സാധനങ്ങൾ അവിടെ ഉള്ളതെന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ കുറച്ച് കൂടുതൽ മേടിച്ചിട്ടുണ്ട് പറഞ്ഞു. ആ ബില്ലൊന്ന് കാട്ടിയെന്ന് പറഞ്ഞിട്ട് സച്ചി ബില്ല് നോക്കുമ്പോൾ ഇതൊക്കെ എന്താ കുറേ സാധനങ്ങൾ, കാശ് ഞാൻ വൈകുന്നേരം തരാം, ഞാൻ പൊക്കോളൂ എന്ന് പറഞ്ഞ് സച്ചി വിടുകയാണ്. എന്നിട്ട് സച്ചി ഓരോ സാധനങ്ങൾ എടുത്തിട്ട് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. ഇത് എത്ര രൂപയുടെ സാധനങ്ങളാണിത്, ഇതെന്തോയിൽ അച്ഛാന്ന് നോക്കുമ്പോൾ സംഭവം അത് നമ്മുടെ വില കൂടിയ ഓയിലുണ്ടല്ലോ, കാസ്റ്റർ ഓയിലാ, അങ്ങനത്തെ ഒലിവ് ഓയിലാണ് മേടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാർക്കാ ഈ ഒലിവ് ഓയിൽ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ രേവതി പറയണത്, ഞാനിവിടെ സാധാരണ നാളികേരം ആട്ടിയിട്ടുള്ള വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കണമെന്ന് പറയാണ്. പക്ഷേ ഇത് എന്താണെന്ന് എനിക്കറിയില്ല എന്ന് പറയുമ്പോൾ ചന്ദ്രമതി പറയാണ്, അത് ശ്രുതിക്ക് വേണ്ടിയിട്ട് മേടിച്ചതാണ് ഓയിൽ, നിനക്കെന്താണെന്ന് പറയുമ്പോൾ, നിനക്കെന്താണോ അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ പറഞ്ഞിട്ട് വാതിൽ തട്ടി വിളിക്കാൻ കേട്ടോ. അങ്ങനെ ശ്രുതിയും പുറത്തേക്ക് വരണം. എന്താണെന്ന് ചോദിക്കുമ്പോൾ, എന്താണാന്നോ നിൻ്റെ ഭാര്യയ്ക്ക് ഒലിവ് ഓയിൽ തേച്ച് കുളിച്ചാലേ ഉറക്കം വരുള്ളൂ എന്നുണ്ടോ, അല്ലെ സാധാ എണ്ണയൊന്നും പറ്റില്ലെന്ന് വെച്ചിട്ട് സച്ചിൻ നല്ല രീതിയിൽ അങ്ങോട്ട് ആട്ടാണ് കേട്ടോ. അപ്പോൾ ശ്രുതി വല്ലാതെ നാണം കേടുകയാണ്. നിനക്കേ നീ അധ്വാനിച്ചിട്ട് ഒലിവ് ഓയിൽ എന്തെങ്കിലും സാധനങ്ങൾ നിൻ്റെ ഭാര്യയ്ക്ക് മേടിച്ചു കൊടുക്കുക, ഇത് ഇവിടെ എല്ലാവർക്കും ഒരേപോലെയാണ്. നിൻ്റെ ഭാര്യയ്ക്ക് ഒലിവ് ഓയിലും ഞങ്ങളൊക്കെ സാധാ ആൾക്കാരാണ്. അപ്പോൾ ചന്ദ്രമതി പറയണം, മോനെ ഇതെന്താ അണ്ടിപ്പരിപ്പ് മുന്തിരി, അത് പിന്നെ ശ്രുതിമോൾക്ക് ആരോഗ്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണമെന്ന് പറയുമ്പോഴേ, അപ്പം ഞങ്ങളൊക്കെ ഈ അണ്ടിപ്പരിപ്പും മുന്തിരിയും തിന്നാണ്ട് തന്നെയാണ് ഇത്ര ആരോഗ്യം വന്നത്, ഇനി ഈ അണ്ടിപ്പരിപ്പും മുന്തിരിയും തിന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ആരോഗ്യത്തിനൊരു കുറവുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി നല്ല രീതിയിലുള്ള മറുപടി കൊടുക്കുകയാണ് കേട്ടോ നമ്മുടെ ശ്രുതിക്കും. അങ്ങനെയാണ് ഒരു എപ്പിസോഡ് വരുന്നത്. അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് റിവ്യൂ കണ്ടിട്ട് പറയണതാണ്. അപ്പോൾ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും, നിങ്ങളിത് മുഴുവൻ കണ്ടിട്ടുണ്ടാവില്ല എന്നറിയാം, എന്നാലും ഞാൻ റിവ്യൂ പറഞ്ഞതാണ്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് തുടക്കമാണ്. അപ്പോൾ ഓക്കെ, പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.